നമസ്കാരം. നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ നിർമ്മാണം പൂർത്തീകരിച്ച വാതക ശ്മശാനത്തിന്റെ ഉദ്ഘാടനം നടന്നു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് നാടിന് സമർപ്പിച്ചു. അന്തസ്സായിട്ട് മരിക്കാനുള്ളത്, മരിച്ചാൽ അന്തസ്സായ ഒരു ശവസംസ്കാരം ഉറപ്പാക്കുക എന്നത് ജീവിച്ചിരിക്കുന്നവരുടെ കടമയാണ്. മരിക്കുന്ന ഓരോരുത്തർക്കും അത് പ്രധാനമാണ്. അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ വളരെ വളരെ അത്യാവശ്യമാണ് ഇതുപോലുള്ള ആധുനികമായ വാതക ശ്മശാനങ്ങൾ. ഞാൻ ഈ ശ്മശാനം മന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. എനിക്കാണെങ്കിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് ശ്മശാനം ഉദ്ഘാടനം ചെയ്യാൻ. ഒട്ടും തമാശയായിട്ട് പറഞ്ഞല്ല, വളരെ സന്തോഷമുള്ള കാര്യമാണ്. രണ്ട് കാരണമുണ്ട്. പൊതുവെ ശ്മശാനങ്ങൾ ഇഷ്ടമാണ്. ഞാൻ ലോകത്ത് എവിടെ പോയാലും തെരഞ്ഞുപിടിച്ച് അവിടുത്തെ ശ്മശാനങ്ങൾ പോയി കാണും. ലോകത്ത് ഏറ്റവും മനസമാധാനം കിട്ടുന്ന സ്ഥലങ്ങളാണ് ഈ ശ്മശാനം. ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് 20 ലക്ഷം, ഗ്രാമപഞ്ചായത്ത് 35 ലക്ഷം എന്നിങ്ങനെ ആകെ 1.05 കോടി രൂപ വിനിയോഗിച്ചാണ് വാതക ശ്മശാനം നിർമ്മാണം പൂർത്തീകരിച്ചത്. തിരുമിറ്റക്കോട് 16-ാം വാർഡിൽ കിഴക്കേ ചാത്തന്നൂരിൽ 1.5 ഏക്കർ സ്ഥലത്താണ് 2025-ൽ ശ്മശാനത്തിനാവശ്യമായ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. തൃത്താല മണ്ഡലത്തിലെ ഭൂരിഭാഗം ജനങ്ങളും മരണാനന്തര ക്രിയകൾക്ക് ചെറുതുരുത്തി, പൊന്നാനി എന്നിവിടങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ വാതക ശ്മശാനം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. ദൂരപരിമിതിയില്ലാതെ ചെലവ് കുറഞ്ഞ രീതിയിൽ സംസ്കാരം നടത്താനുമാകും. താലൂക്കിലെ തന്നെ ആദ്യത്തെ മികച്ച വാതക ശ്മശാനം കൂടിയാണിത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന, തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ, വൈസ് പ്രസിഡന്റ് CM മനോമോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷെറീന, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രാധിക രതീഷ്, PS സുരേഷ് ബാബു, VR രേഷ്മ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി ശ്യാമള, പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി CP സുരേഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചങ്ങരംകുളം കല്ലൂർമയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ചങ്ങരംകുളം കാഞ്ഞൂർ സ്വദേശി കിഴക്കൂട്ട് വളപ്പിൽ സമ്മദിന്റെ മകൻ 24 വയസ്സുള്ള റമീസാണ് മരിച്ചത്. കൂടെ സഞ്ചരിച്ച ഐനിച്ചൂട് സ്വദേശി ബക്കറിന്റെ മകൻ അൻഷാദിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 11 മണിയോടെ കല്ലൂർമ തരിയത്ത് ജുമാ മസ്ജിദിന് സമീപത്തായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും റമീസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പരിക്ക് ഗുരുതരമായതിനാൽ അൻഷാദിനെ പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചങ്ങരംകുളം സൺറൈസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ബസ് ഡ്രൈവറുടെ മനസ്സാന്നിധ്യം തുണയായി. ഓട്ടത്തിനിടെ ബസിന് തൊട്ടുമുന്നിലേക്ക് മറിഞ്ഞു വീണ ബൈക്ക് യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൂറ്റനാടിനും പട്ടാമ്പിക്കുമിടയിൽ കട്ടിൽമാടത്തിന് സമീപത്തായി തിങ്കളാഴ്ച രാവിലെ 8:15 അപകടം നടന്നത്. എടപ്പാളിൽ നിന്നും പട്ടാമ്പിയിലേക്ക് സർവീസ് നടത്തുന്ന പ്രസാദം ബസ്സിന് തൊട്ടുമുന്നിലേക്കായി സ്കൂട്ടർ യാത്രക്കാരൻ വീഴുകയായിരുന്നു. ബസ് ഡ്രൈവർ രാജു എടപ്പാളിന്റെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം ബസിന്റെ ചക്രങ്ങൾ യാത്രക്കാരന്റെ ദേഹത്തോടെ കയറിയിറങ്ങുന്നതിന് മുൻപായി വാഹനം വെട്ടിച്ചുമാറ്റി സഡൻ ബ്രേക്കിട്ട് നിർത്താനായി. യാത്രക്കാരൻ ബസ്സിന് മുന്നിലേക്ക് വീഴുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപകടം കണ്ട് ബസ് യാത്രക്കാർ ഭയന്ന് ബഹളം വയ്ക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. തലനാരിഴയ്ക്ക് വൻ ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് ബസ് ജീവനക്കാരും യാത്രക്കാരും. 10 കൂറ്റിനടന്ന് വരുമ്പോൾ 8:15 കട്ടിൽമാടത്ത് വെച്ചിട്ട് ഉണ്ടായത്. ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി എറിഞ്ഞിറങ്ങി പോയത്. പെട്ടെന്ന് റൈറ്റിലേക്ക് കയറ്റി പിടിച്ച് പെട്ടെന്ന് വീണമാതിരി തോന്നിയപ്പോൾ ഡ്രൈവർ ബ്രേക്കും ചവിട്ടി റൈറ്റിലേക്ക് കട്ട് ചെയ്യുകയും ചെയ്തു. റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരാത്തത് കൊണ്ടാണ് കഴിച്ചിലായത്, രക്ഷപ്പെട്ടത് അയാൾ. ചാലിശ്ശേരിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന 73-കാരൻ മരിച്ചു. തൃത്താല ആലൂർ സ്വദേശി അത്താണിക്കൽ മുഹമ്മദ് അലിയാണ് മരിച്ചത്. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് മരണം. ചാലിശ്ശേരി ചങ്ങരംകുളം റോഡിൽ PP ഓഡിറ്റോറിയത്തിന് സമീപം
ഈ മാസം 14-ാം തീയതി രാത്രി 9:30-ഓടെയായിരുന്നു അപകടം. സമീപത്തെ വിവാഹ മണ്ഡപത്തിലേക്ക് പോകുന്നതിനായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മുഹമ്മദ് അലിയെ ചങ്ങരകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന ചാലിശ്ശേരി സ്വദേശിക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ടെങ്കിലും ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. സാംസ്കാരിക പ്രവർത്തകനും KSSPU നേതാവുമായിരുന്ന MT ദാമോദര പണിക്കരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് ഡോക്ടർ പത്മനാഭൻ അർഹനായി. ഈ മാസം 25-ന് പുരസ്കാരം സമ്മാനിക്കുമെന്ന് ബന്ധപ്പെട്ടവർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാംസ്കാരിക പ്രവർത്തകനും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ നേതാവുമായിരുന്ന MT ദാമോദരൻ പണിക്കരുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ കുടുംബം ഏർപ്പെടുത്തിയ MT ദാമോദര പണിക്കർ സ്മൃതി പുരസ്കാരമാണ് പട്ടാമ്പിയിലെ ജനകീയ ഡോക്ടർ MS പത്മനാഭന് സമ്മാനിക്കുന്നത്. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 25-ന് ഓങ്ങല്ലൂർ അണ്ടലാടിയിലുള്ള ചന്ദ്രകാന്തത്തിൽ വെച്ച് നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്നും പുരസ്കാര നിർണയ സമിതി ചെയർമാൻ ഡോക്ടർ CP ചിത്രഭാനുവും മറ്റു ഭാരവാഹികളും പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയന്റെ നേതാവായിരുന്ന ശ്രീ MT ദാമോദര പണിക്കരുടെ അനുസ്മരണ സമിതിയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ MT ദാമോദരൻ പണിക്കർ സ്മൃതി പുരസ്കാര വിതരണമാണ് ഈ മാസം 25-ാം തീയതി നടക്കുന്നത്. വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളെ കണ്ടെത്തി അവർക്ക് അർഹമായ രൂപത്തിലുള്ള അംഗീകാരം നൽകുക എന്നതാണ് ഈ പുരസ്കാരത്തിൻ്റെ ലക്ഷ്യം. പ്രാദേശികമായി ജനങ്ങൾക്ക് ഏറെ സുപരിചിതരായ ആളുകളെ തന്നെ ഇക്കാര്യത്തിൽ തിരഞ്ഞെടുക്കണം എന്ന നിർബന്ധം പുരസ്കാര നിർണയ സമിതിക്കും ഉണ്ടായി. ഈ വർഷത്തെ പുരസ്കാരം നമ്മുടെ നാട്ടിലെ ജനകീയ ഡോക്ടറായിട്ടുള്ള ശ്രീ MS പത്മനാഭന് നൽകുന്നതിന് പുരസ്കാര നിർണയ സമിതി ഏകകണ്ഠമായി തീരുമാനം എടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. 1999 മുതൽ സർക്കാർ മേഖലയിൽ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് മാത്രമല്ല, പൊതുജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും ആരോഗ്യ മേഖലയിലെ അവബോധം വളർത്തുന്നതിന് വേണ്ടിയും നിതാന്ത ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനകീയ ഡോക്ടർ എന്ന നിലയ്ക്ക് അദ്ദേഹം എല്ലാവർക്കും അറിയുന്ന ആദരവ് നേടിയ ഒരു വ്യക്തിയാണ്. 1999 മുതൽ വിവിധ സർക്കാർ ആശുപത്രികളിൽ ജോലി നോക്കിയ ഡോക്ടർ MS പത്മനാഭൻ നിലവിൽ അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ടായി ജോലി നോക്കി വരികയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആതുര സേവന മേഖലയിൽ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് പുരസ്കാരത്തിന് അർഹനാക്കിയതെന്നും ഇവർ പറഞ്ഞു. ഡോക്ടർ CP ചിത്രഭാനു ചെയർമാനും AM നാരായണൻ എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. 25-ന് നടക്കുന്ന അനുസ്മരണ ചടങ്ങ് ഒറ്റപ്പാലം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്യും. പെൻഷനേഴ്സ് യൂണിയൻ നേതാവ് M രാമചന്ദ്രൻ, ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്ക് പ്രസിഡന്റ് P നാരായണൻ, പുരോഗമന കലാ സാഹിത്യ സംഘം മേഖലാ പ്രസിഡന്റ് KM വാസുദേവൻ, MR ജയശങ്കർ തുടങ്ങിയവരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ CP ചിത്രമാനുവിന് പുറമെ ദാമോദര പണിക്കരുടെ സഹോദരൻ MT കൃഷ്ണനുണ്ണി, സംഘാടക സമിതി കൺവീനർ MP ഗോപിനാഥൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. മുതുതല പെരുമുടിയൂരിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടീൽ ഉത്സവം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം പെരുമുടിയൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പെരുമുടിയൂർ പാടശേഖരത്തിൽ നെൽകൃഷി നടപ്പാക്കുന്നത്. കർഷക തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നടീൽ പ്രവൃത്തികൾ നടക്കുന്നത്. മുഹമ്മദ് മുഹസിൻ MLA ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക മേഖലയ്ക്ക് ഉണർവേകുന്ന ഏറ്റവും മികച്ച ഒരു പ്രവർത്തനമാണ് ഇന്ന് ഈ പെരുമുടിയൂർ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി തൊഴിലാളികളെ സമയബന്ധിതമായി കിട്ടുന്നില്ല. കിട്ടുകയാണെങ്കിൽ തന്നെ അത് ചിലപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള തൊഴിലാളികൾ അല്ലെങ്കിൽ അത് കാർഷിക മേഖലയ്ക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഇതര സംസ്ഥാനത്തുനിന്ന് വരുന്ന ആളുകളാണ് കൂടുതലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്, കർഷക തൊഴിലാളികളായിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് സാമ്പത്തികമായി ചിലപ്പോൾ അതിന്റെ ആനുകൂല്യം സാധാരണക്കാർക്ക് ചിലപ്പോൾ ലഭിക്കില്ല എന്ന കാര്യങ്ങൾ ഇതെല്ലാം മറികടന്നുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകൾക്ക് കൂടുതൽ തൊഴിൽ കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയാകെ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു തൊഴിൽ സേനയാണ് ഇവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത്. പ്രത്യേകിച്ച് വനിതകളുടെ നേതൃത്വത്തിൽ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ കാഴ്ചവെക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംശയിച്ചു നിന്നെങ്കിലും പിന്നീട് 50-ലധികം വരുന്ന ആളുകൾ ഇപ്പോൾ തന്നെ താല്പര്യമായി വരികയും
അതിൽ 10-35 ആളുകൾ ഇപ്പൊ തന്നെ ഫീൽഡിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന അന്തരീക്ഷത്തിലേക്ക് എത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. സ്ഥിരസമിതി അധ്യക്ഷ PM ഉഷ അധ്യക്ഷയായിരുന്നു. CM നീലകണ്ഠൻ, KM വാസുദേവൻ, T ഗോപാലകൃഷ്ണൻ, K നാരായണൻ, അരുൺ പുല്ലാനിക്കോട്ടിൽ, സൈനുദ്ദീൻ, K സുകുമാരൻ, അജിത, ധന്യ, ദീപ തുടങ്ങിയവരും സംസാരിച്ചു. പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സും കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയും സംയുക്തമായാണ് സൗജന്യ നേത്രത്തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജുമായി സഹകരിച്ചുകൊണ്ട് മെഡിക്കൽ ക്യാമ്പും നടന്നു. കഴിഞ്ഞ 25 വർഷമായി തുടർച്ചയായി നടക്കുന്ന ക്യാമ്പ് പട്ടാമ്പി ചേംബർ ഹൗസിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. അരവിന്ദ് കണ്ണാശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കാഴ്ച പരിശോധന, കണ്ണുകളുടെ വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. ക്യാമ്പിനോടനുബന്ധിച്ച് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും ജനറൽ മെഡിസിൻ, എല്ലുരോഗ വിഭാഗം എന്നിവയിൽ പെരിന്തൽമണ്ണ MES ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. 500-ലധികം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തതായി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP കമാൽ പറഞ്ഞു. പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഇന്നിവിടെ നടക്കുകയാണ്. 300-ലധികം രോഗികൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തു. 25 വർഷം പിന്നിട്ടു നമ്മുടെ നേത്ര ചികിത്സാ ക്യാമ്പ്. അതിൻ്റെ മെഗാ ക്യാമ്പാണ് കഴിഞ്ഞ മാസം GMLP സ്കൂളിൽ ഉണ്ടായത്. ഇത് എല്ലാ മാസവും തുടർന്നുള്ള ക്യാമ്പാണ്. അപ്പോൾ അടുത്ത മാസം വരുന്നത് ഒക്ടോബർ 26 ഞായറാഴ്ചയാണ് ക്യാമ്പ് വരുന്നത്. 25 വർഷം പിന്നിട്ടപ്പോൾ നമ്മൾ ഒരു ക്യാമ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണയുടെ ഒരു ക്യാമ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഓർത്തോ വിഭാഗം, ജനറൽ വിഭാഗം, മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ വിഭാഗം അവരൊക്കെ ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്. അതിലും 200-ലധികം രോഗികൾ എത്തിയിട്ട് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ക്യാമ്പുകളൊക്കെ വളരെ നല്ല രീതിയിൽ പോകും. ജില്ലാ പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കിയ തൃത്താല ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ തൊഴിൽ കേന്ദ്രം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജയ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ശ്രീനിവാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കൃഷ്ണകുമാർ, വാർഡംഗങ്ങളായ പത്തിൽ അലി, മുഹമ്മദ് അലി, ഫാത്തിമ സീനത്ത്, സുജിത തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി ഗ്രാമത്തിന്റെ പൊതുപ്രവർത്തന രംഗത്ത് 7 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ചാലിശ്ശേരിയിലെ ആദ്യകാല കോൺഗ്രസ് നേതാവ് ശതാഭിഷിക്തനായ PC ഗംഗാധരനെ ജന്മനാട് ആദരിച്ചു. 4 നൂറ്റാണ്ടുകാലം ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, DCC അംഗം, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ്, ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി പ്രസിഡന്റ്, ചാലിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം തുടങ്ങി വിവിധ മേഖലകളിൽ നിറസാന്നിധ്യമാണ് PC ഗംഗാധരൻ. മെയിൻ റോഡ് സെന്ററിൽ നടന്ന ആദര ചടങ്ങ് മുൻ MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ഒരു മനോഹരമായ സംഗമം ഇവിടെ ഒരുക്കിയതിന് പ്രിയപ്പെട്ട ബാലേന്ദ്രൻ മാഷെ കൂടി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഗംഗാരേട്ടനോടൊപ്പം എത്രയോ കാലം ഒരുമിച്ച് കോൺഗ്രസ് സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. ഇണങ്ങിയും പിണങ്ങിയും ഒരുപാട് കാലം അദ്ദേഹത്തോടൊപ്പം ഈ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന ആളുകളാണ്. ഗ്രാമത്തിൽ 2 അക്ഷരത്തിൽ അറിയപ്പെടുന്ന PC ഗംഗാധരനെയും വിശിഷ്ടാതിഥികളെയും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വേദിയിലേക്ക് സ്വീകരിച്ചു. ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PV ഉമ്മർ മൗലവി അധ്യക്ഷനായി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ സംഘടനകളും രാഷ്ട്രീയ പ്രമുഖരും ഷാളും ഉപഹാരവും നൽകി ആദരിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ബാലൻ, തൃശൂർ ജില്ലാ മുൻ UDF ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, ലീഗ് നേതാക്കൾ, BJP നേതാവ് KC കുഞ്ഞൻ തുടങ്ങിയവർ സംസാരിച്ചു. വിളയൂർ പഞ്ചായത്തിൽ വിളയോളം ഗ്രാമോത്സവം തുടങ്ങി. ഇതോടനുബന്ധിച്ച് നടന്ന വികസന സദസ്സ് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന വ്യാപകമായി വികസന സദസ്സുകൾ നടത്തുന്നത്. പാലക്കാട് ജില്ലയിലെ ആദ്യ വികസന സദസ്സ് വിളയൂരിലായിരുന്നു നടന്നത്. വിളയൂരിൽ നടന്ന ജില്ലാതല വികസന സദസ്സിലേക്കെത്തിയ നിയമസഭാ സ്പീക്കർ ഉൾപ്പെടെയുള്ളവരെ വിളയൂർ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ബാൻഡ് വാദ്യ സംഘത്തോടെയാണ് സ്വീകരിച്ച് ആനയിച്ചത്.
നളന്ദ കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു വികസന സദസ്സ് നടന്നത്. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പുതിയ ടീം വരുമ്പോൾ ഒരു കണ്ടിന്യൂസ് തുടർച്ചയാണ് 2016 പറഞ്ഞതിന്റെ തുടർച്ചയാണ് 2021, 2011 തുടർച്ചയാണ് 2016. ഓരോ തുടർച്ചയാണ്. ആ തുടർച്ച ഉണ്ടാകും പുതിയൊരു കാഴ്ചപ്പാട് എന്താണ്, എന്തൊക്കെയാണ് വേണ്ടത്, ഏതൊക്കെ മേഖലയാണ് പഞ്ചായത്ത് ശ്രദ്ധിക്കേണ്ടത്. വികസന സദസ്സിലൂടെ നിങ്ങൾ പറയേണ്ട കാര്യമാണ്. ഞങ്ങളുടെ ചില മേഖല ആരെന്താ പറയുക അങ്ങനെ പോകുന്നു. മിക്കവാറും ആവശ്യമില്ല, കൊണ്ടില്ല, ലൈറ്റ് വന്നിട്ടില്ല, അത് ഇപ്പം വിൽക്കുന്ന പറയാൻ കഴിയില്ല. ഏതാണ്ട് നടന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒറ്റപ്പെട്ട കത്താത്തിന്റെ പേരിൽ എന്റെ കഴിയും എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ വികസന പ്രവർത്തനം നടക്കുന്നതായി പറയാനാണ്. കേരളത്തിലെമ്പാടും അത് LDF ജയിച്ച LDF മണ്ഡലമാവട്ടെ, UDF MLA മണ്ഡലമാവട്ടെ, രാഷ്ട്രീയത്തിനപ്പുറത്ത് വികസന പ്രവർത്തനം നടപ്പിലാക്കാൻ കേരളത്തിലെമ്പാടും കഴിയും. നിങ്ങൾ ആലോചിക്കേണ്ട പരിമിതി ഒരുപാടുണ്ട്. ഇന്ത്യ യൂണിയൻ സ്റ്റേറ്റ്സാണ്, സംസ്ഥാന ഏകീകൃതമാണ്, ഫെഡറൽ സിസ്റ്റമാണ്. ആ ഫെഡറൽ സിസ്റ്റത്തിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോളം വികസനം രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണമെന്നും വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സ്പീക്കർ സൂചിപ്പിച്ചു. മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ പഞ്ചായത്തുകൾ നിലപാടുകൾ എടുക്കണം. മാലിന്യം പൊതുയിടങ്ങളിൽ തള്ളുന്നവർക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കണമെന്നും സ്പീക്കർ സൂചിപ്പിച്ചു. നിരവധി വികസന പ്രവർത്തനങ്ങൾ പോയ 5 വർഷക്കാലം, കഴിഞ്ഞ 10 വർഷക്കാലം കേരളം അതിവേഗം വളർന്ന് മുന്നോട്ട് പോയി എന്നുള്ള അഭിമാനത്തെ പറയുന്ന സാധിക്കും. ഇവിടെ പട്ടാമ്പി വളരണം, കാരണം സ്വാഭാവികമായും കേരളം ആകെ വളരണമെങ്കിൽ പട്ടാമ്പി വളരണം. വികസനത്തിൽ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയം ഇനി വരും. ഇനിയിപ്പോൾ 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ കയറി വന്നാൽ ഒക്ടോബർ മാസം 10 അല്ലെങ്കിൽ നവംബർ മാസം ആദ്യം നിയമസഭ സുതല മുനിസിപ്പൽ കരുതൽ പ്രഖ്യാപിക്കും. അന്നേരം നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് കുറ്റം പറയാം, കുറ്റം പറയാൻ. അത് കഴിഞ്ഞാൽ പുതിയ ഭരണസമിതി വന്നാൽ വികസനം ഒരു പഞ്ചായത്തിനകത്ത് നടക്കണമെങ്കിൽ അവിടെ രാഷ്ട്രീയമായ പാരവ്യമുണ്ടാകുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് വിമർശിക്കാം, വിയോജിപ്പിൽ ഏർപ്പെടുത്താം. അതിനപ്പുറത്ത് വികസനത്തിന്റെ കാര്യത്തിൽ യോജിച്ചു നിൽക്കാൻ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു നാട്ടിലെ ജനങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ ആ നാട്ടിൽ വികസനം നടത്താം. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരും നല്ല രീതിയിൽ യോജിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും എല്ലാം നിങ്ങൾക്ക് മംഗളോത്തരം പാടി അവർ മത്സരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മുഹമ്മദ് മോസിൻ MLA അധ്യക്ഷനായിരുന്നു. കേരളമാകെ എടുക്കുന്ന ഈ പഞ്ചായത്തിൽ തന്നെ വെളയൂർ പഞ്ചായത്തിലെ പൂർണ്ണമായിട്ടുള്ള പട്ടയ പ്രശ്നങ്ങൾ 99% പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പട്ടാമ്പി മണ്ഡലത്തിലെ 95% പട്ടയ പ്രശ്നങ്ങളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ 90% പട്ടയ പ്രശ്നങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, വൈസ് പ്രസിഡന്റ് KP നൌഫൽ, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി പഞ്ചായത്ത് പ്രഖ്യാപനം, അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം, പാലക്കാട് ജില്ലയിലെ ആദ്യ GIS അധിഷ്ഠിത ഗ്രാമപഞ്ചായത്ത് ഡാറ്റ സമർപ്പണം, സംസ്ഥാനതല വികസന നേട്ടങ്ങളുടെ അവതരണം, ഗ്രാമപഞ്ചായത്ത് വികസന കാഴ്ച വീഡിയോ പ്രദർശനം, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ 2020-25 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം എന്നിവയും ഗ്രാമോത്സവത്തിൽ നടന്നു. ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി 26-ാം തീയതി സാംസ്കാരിക ഘോഷയാത്ര നടക്കും. വെളിയൂർ മുതൽ കരിങ്ങനാട് വരെയാണ് സാംസ്കാരിക ഘോഷയാത്ര നടക്കുന്നത്. തുടർന്ന് വനിതാ സർഗോത്സവം നടക്കും. നൃത്തശില്പം, മ്യൂസിക്കൽ ഇവന്റ്, നാടകം, പ്രാദേശിക കലോത്സവം, മെഗാ ഷോ എന്നിവയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. തളി ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിലെ മുൻകാല സേവാ സമിതി പ്രവർത്തകനും വിമുക്ത ഭടനുമായ KP മാധവൻ നായരുടെ അനുസ്മരണം നടത്തി. മൂത്തടികൾ ശങ്കരനാരായണൻ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. VKS അടികൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിരുട്ടാണം നിവാസികളായ വാപ്പുട്ടി, PV ശിവകുമാർ, വിശ്വംഭരൻ, ക്ഷേത്രം മാനേജർ VP ഗിരി എന്നിവർ സംസാരിച്ചു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.